പെരുമഴക്കാലത്ത് ഒരു ഓഫ് റോഡ് മഡ് റോഡ് യാത്ര. കർണാടകത്തിലെ കൊടും വനത്തിന് നടുവിലുള്ള ഒരു ഓഫ് റോഡിലൂടെ നടത്തുന്ന മഴക്കാല യാത്രയാണ് ഇന്നിവിടെ പങ്കുവെക്കുന്നത്. ഷിമോഗ ജില്ലയിലെ ജോഗ് ഫാൾസിനും ഭട്കലിനും ഇടയിൽ കിടക്കുന്ന അതിമനോഹരമായ ഒരു വനപ്രദേശം, അതോടൊപ്പം ഒരു പുരാതന ക്ഷേത്രം, അതിനോട് ചേർന്ന് മനോഹരമായുള്ള വെള്ളച്ചാട്ടങ്ങൾ. ഈ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മെയിൻ റോഡിൽ നിന്നും ജീപ്പ് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് അങ്ങോട്ടേക്കുള്ള യാത്ര. 3 കിലോമീറ്റർ ദൂരമുണ്ട് മെയിൻ റോഡിൽ നിന്നും. യാത്ര തുടങ്ങുന്ന കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് റോഡുണ്ട്, പിന്നീട് ചെളി നിറഞ്ഞ വളരെ റഫായ ഒരു മഡ് റോഡ്, വയൽ സമാനമായ റോഡിലൂടെ വഴുക്കലുള്ള നിറയെ കുഴി ഉള്ള ചെളി നിറഞ്ഞ കാട്ടിനുള്ളിലൂടെയുള്ള ഈ യാത്ര അതീവ രസകരമാണ്. ഞങ്ങളുടെ ടീമിൽ 8 പേരാണ് ഉണ്ടായിരുന്നത്. ജീപ്പിലുള്ള യാത്ര രസകരമാണ് എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ഡ്രൈവർ ജോയ് 20 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. പരിചയപ്പെട്ടപ്പോഴാണ് അറിയുന്നത് ജോയിയുടെ അച്ഛൻ മലയാളി ബന്ധമുള്ള ആളാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നും കുടിയേറി പാർത്ത ആളാണ്. ജോയിക്ക് പക്ഷേ മലയാളം അറിയാം എന്ന് മാത്രം, പക്ഷേ കേരളത്തിൽ വന്നിട്ടില്ല. ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് വലത് കൈയിൽ ഗോപ്രോ ക്യാമറ, ഞങ്ങളുടെ ടീമിലുള്ള ഒരാളുടെ ഗോപ്രോ ക്യാമറയാണ് പിടിച്ചുകൊണ്ട് വളരെ രസകരമായിട്ട് സാഹസികമായിട്ട് വളരെ എക്സ്പേർട്ട് ഡ്രൈവർ ആയിട്ട് ഈ കാണുന്ന കുത്തിനെയുള്ള ചെളി നിറഞ്ഞ മഡ് റോഡിലൂടെ അവൻ്റെ ഡ്രൈവിങ് ഏറെ രസകരമായിരുന്നു. നമ്മുടെ കേരളത്തിലെ RTOമാരൊന്നും ഇത് കാണണ്ട. കർണാടകത്തിൽ ഈ ഓഫ് റോഡ് അഡ്വഞ്ചറസ് ഡ്രൈവിങ്ങിനൊന്നും വലിയ പ്രശ്നങ്ങളില്ല. അവൻ ഏറെ ആസ്വദിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരുന്നു. +2 കഴിഞ്ഞതിന് ശേഷമാണ് സ്വന്തമായിട്ട് ജീപ്പ് വാങ്ങിയിട്ട് ഇത്തരത്തിലൊരു ജോലി തുടങ്ങിയതെന്നാണ് അഭിമാനത്തോടെ അവൻ പറഞ്ഞത്. കാഴ്ചകൾ കാണുക. പുറത്ത് നല്ല മഴയാണ്, ചെളി കുത്തി ഒഴുകുന്നുണ്ട്. ഇത് ഫോറസ്റ്റിന് നടുക്കുള്ള ഒരു റോഡാണ്. റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ ഉത്തരവായിട്ടുണ്ടെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിക്കുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ഈ ഓഫ് റോഡ് തന്നെയാണ്, ഈ ഓഫ് റോഡ് യാത്ര തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഈ റോഡ് അവസാനിക്കുന്നിടത്ത് അവിടെ പാർക്കിംഗ് സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് പിന്നെ കാൽനടയായിട്ട് നടന്നിട്ട് വേണം നമ്മൾ ഭീമേശ്വര ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള വെള്ളച്ചാട്ടവും ആസ്വദിക്കാൻ. ഭീമേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് കർണാടകത്തിലെ ഒരു പ്രധാനപ്പെട്ട പുരാതന ക്ഷേത്രമാണ്. നമ്മുടെ തിരുനെല്ലിയിലൊക്കെ പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്ന പോലെയുള്ള കർമ്മങ്ങൾ അവിടെ നടത്താറുണ്ട്. ഇവിടത്തേക്ക് മഴക്കാലത്താണ് ഏറ്റവും രസകരമായ യാത്ര. ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസമാണ് ഏറ്റവും രസകരമായിട്ടുള്ള യാത്ര. കനത്ത മഴയായതിനാൽ നല്ലൊരു കാഴ്ചയാണ് ചുറ്റും കാണാൻ സാധിക്കുക. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ഓഫ് റോഡ് ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള യാത്ര ഞാൻ ഇതിനു മുന്നേ നടത്തിയിട്ടില്ല. റോഡാണെങ്കിൽ ചെളിക്കുളമായി കിടക്കും. നല്ല ശക്തമായി ആടി ഉലഞ്ഞാണ് ഞങ്ങളുടെ ജീപ്പ് സഞ്ചരിക്കുന്നത്. ഒരു കൈ കൊണ്ടുള്ള അവൻ്റെ ഡ്രൈവിംഗ് ആണ് ഏറെ ത്രസിപ്പിക്കുന്നത്. ത്രില്ലിംഗ് എന്ന് തന്നെ പറയുന്നു. ഈ യാത്രയുടെ ഏറ്റവും വലിയ സവിശേഷത ഇതാണ്. ഞങ്ങൾ ജോഗ് ഫാൾസ് കാണാൻ വേണ്ടി പുറപ്പെട്ടതാണ്. 3 ദിവസത്തെ ഒരു യാത്രയായിരുന്നു. ജോഗ് ഫാൾസിനേക്കാൾ ഏറെ ആസ്വദിച്ചത് ഞാൻ ഈ യാത്ര തന്നെയാണ്. വഴിയിലൊരു പാലമുണ്ട്, പാലത്തിൽ നിറയെ ചെളിയാണ്. വൈപ്പറൊന്നുമില്ല ഗ്ലാസ്സിന്, ജീപ്പിൻ്റെ ഗ്ലാസ്സിന് വൈപ്പറൊന്നുമില്ല. പഴയ മോഡൽ മഹീന്ദ്ര മാർഷൽ ജീപ്പാണ്. ഞങ്ങൾ ഏകദേശം പാർക്കിംഗ് സ്ഥലത്തേക്ക് എത്താനായി. ഈ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ജീപ്പ് തിരിച്ച് വീണ്ടും മെയിൻ റോഡിലേക്ക് പോയി ആൾക്കാരെ എടുത്ത് വരും. അപ്പോഴേക്കും നമ്മൾ ക്ഷേത്രമൊക്കെ സന്ദർശിച്ച് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ച് പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തണമെന്നാണ് അവരുടെ രീതി. ഒരാൾക്ക് 50 രൂപയാണ്, 10 പേർക്ക് 500 രൂപയാണ് ചാർജ്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള യാത്രയായിരുന്നു. നന്ദി ജോയി.